നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മുടെ കൂടി എറണാകുളത്തേക്ക് പോകേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. 10 മണിയുടെ ബസ് പിടിക്കാണ്ട് ഓടുന്ന സമയമുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും 9 ആയിട്ടുള്ള അരമണിക്കൂർ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് താഴത്തെത്താനുള്ള സമയമുണ്ട്. വീഡിയോ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യണം. ഗൈസ്, മഴ പെയ്തിട്ട് ആറ്റിൽ വെള്ളമില്ല. നമ്മൾ ആറ്റിന് കയറി ഇവിടെയൊക്കെ കാടൊക്കെ ഇടിഞ്ഞെടുപ്പുണ്ട്. വേസ്റ്റ് ഒന്നും കുഴപ്പമൊന്നും മഴയായിട്ട് വന്നപ്പോൾ കിടന്നു തോന്നുന്നു. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോവാം. ആരുടെ വരെ കയ്യാറായി. ഗൈസ്, ആ പോകുന്നത് നമ്മുടെ കിണർ പണിക്ക് വേണ്ടി പോകുന്നവരാണ്. നമ്മുടെ കിണറിന്റെ ബാക്കി പണിക്ക് ചെയ്യാൻ വേണ്ടി പോകണം. ഗൈസ്, നമ്മൾ രാവിലെ പണിയെടുത്ത പൈസ കൊണ്ട് വാങ്ങിട്ടാണ് വണ്ടി കാശായിട്ട് പോകുന്നത്. ഇനിയിപ്പോ അവിടെ പോയിട്ട് തിരിച്ചു പോകുമ്പോൾ അനിയന്മാരുടെ അടുത്ത് പൈസ വണ്ടി വാങ്ങിക്കാൻ അങ്ങനെ ചോദിച്ചു വാങ്ങിട്ട് വരാം. പോകാനുള്ള പൈസ ഒന്നും ഒപ്പിക്കണമില്ല ആണ്. പിന്നെ ഇത് മെയിനായിട്ട് പോണത് നിഷുവിന് വേണ്ടി കൂടിയാണ്. അനിയത്തിക്ക് ബുക്ക് കൊടുക്കാൻ മാത്രമല്ല, നിഷുവിന് വേണ്ടിയാണ് മെയിനായിട്ട് പോണത്. ഇവളുടെ ഈ ഡ്രസ്സ് ഞാൻ പറഞ്ഞെടുത്തിട്ടായിട്ട് എടുക്കാൻ മറന്നു പോയിട്ട് വേണം വെച്ച് എടുക്കാൻ വന്നതാണ്. അവൾ എടുത്ത് സൂക്ഷിച്ചാണ് പിന്നെ ഇടാൻ വേണ്ടിയിട്ട്. അതെടുക്കാൻ വേണ്ടി ധൃതിപ്പിച്ച് പോകുന്നത്. സൂക്ഷിച്ചില്ല. പിന്നെ എടുത്തോണ്ട് പോകുമ്പോൾ അടുത്ത മെയ് മാസം 25 ബർത്ത്ഡേ. അത് ഇപ്പോഴും എടുത്തു വെക്കണം. എന്തിനാണ്? പിന്നെ ബസ് വന്നിട്ടില്ല, നമുക്ക് അവിടെ പിരിക്കാം. കേസ് നല്ലത് ബസ് വന്ന് അവിടെ നിന്ന് തിരിച്ചു പോരും. കേസ് ഇത് നമ്മുടെ സബ്സ്ക്രൈബറാണ്. നമ്മളെ കണ്ടപ്പോ സംസാരിച്ചാണ്. സബ്സ്ക്രൈബ് എടുത്ത് അവിടെ കണ്ടപ്പോ സംസാരിച്ച്. അപ്പൊ നിശ്ചയം സംസാരിച്ചിരിക്കുകയാണ്. സന്തോഷം, ഒരുപാട് സന്തോഷം. നടമങ്ങാടെത്തി ഇനിയിപ്പോൾ തിരുവനന്തപുരം വണ്ടി വരണം. വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിശ്ചയ കടയിൽ പോയി നിശ്ചയിപ്പോ. അപ്പൊ കേസ് പഴത്തിലൊന്നും വിശപ്പടങ്ങുന്നില്ല. അവസാനം ഒരു പാക്കറ്റ് ബ്രെഡും ഒരു ജാമും വാങ്ങിച്ച്, ചെറിയ പാക്കറ്റ് ഒരു ബ്രെഡും ജാമും വാങ്ങിച്ച്. വിശപ്പടക്കണ്ടേ, വേറെ വഴിയില്ല. വിഷം താങ്ങുന്ന കേസ്. വയറ് ഇങ്ങനെ കാളുന്നു. അപ്പൊ ബ്രെഡും ജാമും വെച്ചിട്ട് പോവാം. കാരണം ഇനി വീട്ടിലെത്തുന്ന പട്ടിണിയാണ്. നമ്മളിനിപ്പോ അടുത്ത ഫുഡ് കഴിക്കുന്നത് വീട്ടിൽ ചെന്നിട്ടായിരിക്കും. അതേ നിശു. അപ്പൊ അതായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കൂല. അതുകൊണ്ട് ഒരു ബ്രെഡ് വെച്ചിട്ട് പോവാല്ലേ. എന്താന്ന് വെച്ചു ഇതാണ് ഫുഡ്. ഫുള്ള് തീർക്കൂല, ബാക്കി കുറച്ചെടുത്ത് വെക്കും ട്രെയിനിൽ കഴിക്കാനായിട്ട്. അത്രേ ഉള്ളൂ.